ഹലോ ഹലോ ഹായ്, ഞാൻ അൻഹാസ് ആണ്. കാരണം ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഇന്ന് എന്ത് പറയണം. കാരണം ഞാൻ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് തപ്പിപ്പിടിച്ചോണ്ടാണല്ലോ വരാറ്. അങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. കാരണം ആ പോസ്റ്റിൽ പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊന്ന് നോക്കിക്കോ. നമ്മുടെ ആക്ട്രസ് അനുശ്രീ അറിയാലോ, ഡയമണ്ട് നെക്ലേസിലൊക്കെ വന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു നായികയാണത്. കാരണം ഹെവി ടാലന്റഡ് ആക്ട്രസ് ആണ്. കാരണം ഇപ്പോഴും എനിക്ക് ഡയമണ്ട് നെക്ലേസിലെ ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇവിടെ വേറെ ആരുള്ളതെന്നോ എന്തൊക്കെ തുടങ്ങുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഇപ്പോഴും മനസ്സിലുണ്ട്. ആ അനുശ്രീ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു മാർക്ക് നമ്മുടെ ഹൃദയത്തിൽ വരും. ക്യൂട്ടാണ്. കാരണം ആമ്പിളേർക്ക് പ്രത്യേകിച്ച് ഇത്തരം ക്യൂട്ട് എക്സ്പ്രഷൻസ് ഉള്ള ഗേൾസിനെ ഇഷ്ടമാണ്. അങ്ങനെ തോന്നിയാണ് ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പോസ്റ്റ് വന്നത് അനുശ്രീ മികച്ച നടിമാരിൽ ഒരാൾ, എന്നിട്ടും മലയാള സിനിമയിൽ ഇപ്പോൾ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല, എന്തായിരിക്കും? അതായത് നല്ല ആക്ട്രസ് ആണ്, അവസരങ്ങളില്ല, അതെന്തുകൊണ്ടായിരിക്കുന്നു? അതിന്റെ അടിയിൽ കുറച്ച് കമന്റ്സ്, അതായത് ഇപ്പോ കലയെ ജാതി സ്പിരിറ്റിൽ കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ചിലപ്പോൾ അനുശ്രീ എന്തെങ്കിലും പേഴ്സണൽ അല്ലെങ്കിൽ നല്ലൊരു റോളിന് വേണ്ടി കാത്തിരിപ്പ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ ചവറുമാരി എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അതെടുത്ത് ചെയ്യുന്നത് ഒരു ആക്ട്രസിൻ്റെ ഇതല്ലല്ലോ. കാരണം അവൾക്ക് തോന്നുകയാണ് എനിക്കിപ്പോൾ കഴിവിനൊത്ത റോൾ വരുമ്പോൾ ഞാൻ ചെയ്യും, അങ്ങനെ ഒരു ഗ്യാപ്പ് ആയിരിക്കാം. അതിനിടയിൽ കുറച്ച് കമന്റ്സ് വന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മലയാള സിനിമ ഇപ്പോൾ ഒരു വിനോദ് കുമാർ വെങ്കായി, അതാണ് ആളുടെ പേര്. മലയാള സിനിമ ഇപ്പോൾ ഇടത് ജിഹാദി കൂടാതെ മയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിലാണ്, ഒന്ന്. പിന്നെ രണ്ടാമത്തത്, ഹിന്ദു ആയതുകൊണ്ട് ഒരു പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് നേരെ പോയി ഇവിടെ പറ്റില്ല, കഞ്ചാവും മയക്കുമരുന്നും പിടിച്ച സകലതിൻ്റെ പേര് നോക്കുക. അപ്പൊ റീസൺസ് കണ്ടില്ലോ, ഇത് രണ്ട് കമന്റ് കണ്ടുട്ടോ. പിന്നെ മൂന്ന്, ഹിന്ദു ആണെന്നതും ആചാരങ്ങൾ പിന്തുടരുന്നു എന്നതുമാണ് ചിലർക്ക് പിടിക്കാത്തത്. നാലാമത്, സുഡാപ്പിയിലാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നത്, അവരെ സുഖിപ്പിക്കുന്നവർക്കേ സിനിമയിൽ നിലനിൽപ്പുള്ളൂ. അല്ല, ചെറിയ ഓഫ് കോഴ്സ് എന്തായാലും ആ ആക്ട്രസ് ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നു. കാരണം അവർ വിചാരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേണ്ട അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ റോള് വരുമ്പോൾ ചെയ്യാമായിരിക്കും. പക്ഷേ അതിൻ്റെ അടിയിൽ ആൾക്കാർ പറയുന്നത് ജിഹാദി, മയക്കുമരുന്ന്, ഇവരൊക്കെ തട്ടകത്തിലാണ് മലയാള സിനിമ. അല്ലെങ്കിൽ ഒരു പാർട്ടിയോട് ഇഷ്ടം, അല്ലെങ്കിൽ അതിനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. കാരണം അവളെ തഴയുന്നത് എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഒരവസരം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ശ്രീകൃഷ്ണ ജയന്തിയുടെ ജാഥയല്ലെന്ന് തോന്നണം. ഇപ്പൊ അനുശ്രീ മറ്റേ സാരിയൊക്കെ എടുത്ത് മറ്റേ ഭാരതാംബയായിട്ട് റോൾ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വിചാരിക്കും ആ പെണ്ണ് പോക്ക് ശരിയല്ല, അത് പല രീതിയിൽ തോന്നിയിട്ടുണ്ട്. അപ്പോ ഞാൻ വിചാരിച്ച, പക്ഷേ ഓഫ് കോഴ്സ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് എന്റേതായ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്, അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാവും, ആയിക്കോട്ടെ. പക്ഷെ പിന്നെയും സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു വീഡിയോ, ഒരു 8 to 9 minutes വീഡിയോ. കാരണം ഒരു അവസരത്തിൽ നമ്മുടെ നാട്ടില് ദൈവങ്ങളൊക്കെ മിത്താണെന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതിനെ എതിർത്തിട്ട് അനുശ്രീ ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് അതിന്റെ സംസാരം ഞാൻ കുറച്ച് കേട്ടു. കാരണം അതിൽ പറയുന്നത് അവൾ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഭാരതാംബയായപ്പോ എന്നെ ആ രീതിയിലാക്കി കണ്ടു, ആൾക്കാർ കണ്ടു, സംസാരിച്ചു, ഞാൻ ഒരുപാട് അവഗണനകൾ നേരിട്ടു, ഞാൻ പിന്നെ ആ അമ്പലത്തിലേക്കൊന്നും പോവാറില്ല എന്നൊക്കെ അവള് പറയുന്നുണ്ട്. പിന്നെ അല്ല, അവള് പറയുന്നത് ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലത് മാത്രം ഞാൻ എന്നൊന്ന് സ്റ്റെക്ക് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കും. അതിൽ പറയുന്നത് എന്താ കേസ് എന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞു നമ്മളൊന്നും ചെയ്യാൻ പോണില്ല, നമ്മളുടെ വിശ്വാസങ്ങള് നമ്മൾ ചെയ്യുന്നതിന് എന്തിനും നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന്. എൻ്റെ പൊന്നനുശ്രീ, ഇതേ ചോദ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ എന്തിനും ഞങ്ങളെന്നല്ല, സാധാരണ ബാക്കിയുള്ളവർ എന്തിനു ടാർഗറ്റ് ചെയ്യുന്നു? അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ അനുശ്രീ പറഞ്ഞൊരു ഡയലോഗ് ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യൊന്നുമില്ല.
പക്ഷേ കൊടുക്കണ്ടോടത്ത് കൊടുക്കണം. വീഡിയോയിലുണ്ട് കേട്ടോ. കാരണം അവളുടെ ഉള്ളിൽ ജാതി സ്പിരിറ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് ഹിന്ദു അതെല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ആസ് എ മുസ്ലിം എനിക്കുണ്ടാവും, ആസ് എ ഹിന്ദു വേറെ എൻ്റെ ഫ്രണ്ട്സിനുണ്ടാവും, ക്രിസ്ത്യൻ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ മുറുക്കെ പിടിക്കുന്ന രീതി ഉണ്ടാവും. പക്ഷേ ഇവള് പറഞ്ഞ അനുശ്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കൊടുക്കണം, അതാണ് ഇതാണ്. നമ്മൾ വെറുതെ വിടൂ, നമ്മൾ കൊടുക്കണ്ടേ പണി. അതായത് അവരുടെ രക്തം തിളക്കിയാണ്. അവളെ കേട്ടുകൊണ്ട് ഒരുപാട് പേര് വേറെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ വിഷം കുത്തി വെക്കണ് ചെയ്യുന്നു. അവരോടൊക്കെ പറയണ് നമ്മൾ സമ്മതിക്കോ, വെറുതെ വിടൂ. കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടാവുമ്പോൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണ അറിവില്ലായ്മയായിരിക്കും. ഓക്കെ, അവർക്ക് അറിയാത്തോണ്ടായിരിക്കും. അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ആസിഫ് അലി സിനിമയിലോ ഇതിലോ പറഞ്ഞിട്ടുണ്ട്, നമ്മളെതിരെ നിൽക്കുന്ന ഒരാളുടെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ മതിയെന്ന്. പക്ഷെ ഇവള് പറഞ്ഞിട്ടില്ല. ഇവള് പരിപാടിക്ക്, കാരണം ആ പരിപാടിക്ക് ഇവള് അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടാണ് ഞാനും വരട്ടെ ഈ പരിപാടിക്ക്, എന്നെ വിളിക്കുമെന്നു. അങ്ങനെ പോയി ഈ പരിപാടിയിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് അനുശ്രീ. പക്ഷെ ആ ഇതില്, കാരണം അതിൽ ചെന്നു ഓഫ് കോഴ്സ് എന്തായാലും ഇതിന് പോയി ഇന്ന് ആള് പരിപാടിക്ക് പോയി പ്രസംഗിക്കുന്നു. പക്ഷേ ആ പ്രസംഗത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് അവരുടെ ഓഫ് കോഴ്സ് അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് ഇന്നും വലുതാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളത് അനുവദിക്കോ, കൊടുക്കണ്ടേ എന്നൊക്കെ ഒരാളുടെ മനസ്സിൽ വരണമെങ്കിൽ അവരെ ഒരു ജാതി സ്പിരിറ്റുള്ള ജാതി പെണ്ണായിട്ട് ആൾക്കാർ കണ്ടേല് അവരെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ജാതി പ്രസംഗങ്ങളൊക്കെ, കാരണം ഇത് പ്രസംഗങ്ങൾ കുറച്ച് കൊല്ലങ്ങളല്ല, ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നുണ്ട് നടന്നൊരു സംഭവമാണ്. അത് വിശദമായിട്ട് ഞാൻ മിണ്ടുന്നില്ല, അപ്പം നിങ്ങൾക്ക് കാണാം അവൾ എന്തൊക്കെയാണ് അതിൽ പറയണെന്നുള്ളത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, കാരണം സാധാ ഒരാൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ വിഷങ്ങൾ കുത്തിവെക്കുന്ന ഇവളൊക്കെ ഒരു ആക്ട്രസ് ആയിട്ട് ആൾക്കാർക്കും നല്ല മെസ്സേജസ് കൊടുക്കാൻ പറ്റുമോ? കാരണം ഇതിൽ പറയണത് നമ്മൾക്ക് കൊടുക്കണ്ടേ, അടിക്കണ്ടേ. അവരെ ആരെങ്കിലും പറഞ്ഞോട്ടെ, ശരി. ഇപ്പൊ പല ജാതികൾക്കെതിരെയും പലരും പലതും പറയുന്നുണ്ട്. ഒരുത്തൻ ഇന്നലെ പറഞ്ഞു മുസ്ലിങ്ങളുടെ മതപുസ്തകം ഖുർആന്, അതില് ഫുള്ള് പഠിപ്പിക്കണത് കലാപങ്ങളാണ്. ഖുർആൻ പഠിച്ചോരൊന്നും അത് പറയുന്നില്ല. പിന്നെ അത് വേറെ രീതിയിൽ പഠിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. ഇപ്പോ ഹിന്ദുസത്തിൽ പറയണെങ്കിൽ രാമായണം ഉണ്ട്, മഹാഭാരതം ഉണ്ട്. ഇതൊക്കെ പിന്നെ രാമായണവും മഹാഭാരതവും ഓക്കെ, അതിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങളാണ് നടക്കുന്നത്. യുദ്ധങ്ങൾ നടന്നിട്ട് ഇപ്പൊ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രാവണനെ കൊല്ലുന്നു. പിന്നെ മഹാഭാരതത്തില് പഞ്ചപാണ്ഡവരെ ചതിച്ചതിന് വേറെ യുദ്ധം ഉണ്ടാവണം. കാരണം ഇതിലൊക്കെ കൊലപാതകങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് എല്ലാവരും ചിന്തിക്കുക. കാരണം ഇത് ആരും ആരെ എതിർപ്പൊന്നല്ല. കാരണം അവർക്ക് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ അത് പറയാ. കാരണം പറയേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അവർക്ക് വേണം കൊള്ളൂല്ല അല്ലെ, ഞാൻ പറയണ്ട, അങ്ങനെയൊക്കെ വിചാരിച്ച് പറയണ കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഇവരൊന്നും വേറെ രീതിയിൽ കാണാൻ പറ്റില്ല. കാരണം ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിൽ 3 ആൾ ഇരുന്നിട്ട് പഠിച്ചെന്ന്, കാരണം തീപ്പെട്ടിപ്പടം കളിച്ചിരുന്ന ടീമാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനൊക്കെ ഒരു അനുശ്രീ വന്നിട്ട് ഒരു ആക്ട്രസ്, ആൾക്കാരുടെ ഇടയിൽ പബ്ലിക്കലി നോൺ ആണ്, എല്ലാവർക്കും അറിയാം ആക്ട്രസ് ആണ്. പക്ഷെ അവൾ ഇങ്ങനൊക്കെ പറയുമ്പോൾ എത്ര പേര് കേട്ടിട്ട് അതിൻ്റെതായ സെൻസിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ആരും മൈൻഡാക്കരുത്. കാരണം ഇതൊക്കെ ജസ്റ്റ് 5 മിനിറ്റിൻ്റെ ചിന്താഗതിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്. ഓരോരുത്തർക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് എൻ്റെ വിശ്വാസം, അനുശ്രീയുടെ വിശ്വാസം, ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സിന് അവരുടെ വിശ്വാസം. അതിലിപ്പോ ഖുർആൻ വായിച്ചു അല്ലെങ്കിൽ അബായിട്ട് നടന്നു എന്ന് കരുതി മുസ്ലിം സ്ത്രീയോ മുസ്ലിം സമൂഹത്തെയോ കലാപവൽക്കരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ പറയണെങ്കിൽ ഇപ്പോ നോർത്തിലൊക്കെ പോവുകയാണെങ്കിൽ സന്യാസിമാർക്ക് തുണിയില്ലാണ്ട് നടന്ന് പ്രദർശനം കൊടുക്കുന്നത്. അപ്പൊ അതിന് ഞങ്ങൾക്ക് കുറ്റം പറയാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കുറ്റങ്ങളാണ് പറയാനുള്ളത്. വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റുന്ന പരസ്പരം സംസാരിച്ച്, പക്ഷെ ആൾക്കാരെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. അനുശ്രീ അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പറയാം എന്ന് കരുതി ഒരു 10-100 പേര് ഇരിക്കുന്ന സദസ്സിൽ ചെന്നിട്ട് കൊടുക്കണ്ടേ അടിക്കണ്ടേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എത്രത്തോളം വിഷമാണ് അതില്
ആൾക്കാരുടെ മനസ്സിൽ കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇന്ന് എനിക്കിതേ പറയാനുള്ളൂ. ഇനി അടുത്ത ഏതെങ്കിലും സബ്ജക്റ്റ് കുത്തിപ്പിടിച്ചിട്ട് ഞാൻ നാളെ വരാം. അപ്പോ അനുശ്രീ മാഡം സോറി, പക്ഷേ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ചില സമയത്ത് തോന്നും ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കൊട്ടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഈ ഒരു ഐക്യം